2023 ഒക്ടോബർ 7 തൂഫാൻ അൽ അക്സ ഓപ്പറേഷന് ശേഷം ഹമാസിന് പറയാനുള്ളതും ഇസ്രായേലുള്ള മുന്നറിയിപ്പും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലോകം കേട്ടത് ഒരു മനുഷ്യന്റെ ശബ്ദത്തിലൂടെയായിരുന്നു. ഹമാസിന്റെ സൈനിക വേഷമണിഞ്ഞ് കഫിയ കൊണ്ട് മുഖം മറച്ചെത്തുന്ന ആ വ്യക്തി വ്യക്തവും ശക്തവുമായി ഓരോ കാര്യങ്ങളും ലോകത്തോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അൽ ഖസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. 2025 ഓഗസ്റ്റിൽ നടന്ന ഒരു ആക്രമണത്തിന് ശേഷം അബു ഉബൈദയെ ആരും കണ്ടിട്ടും കേട്ടിട്ടുമില്ല. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നായിരുന്നു ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള ഇസ്രായേലി അവകാശവാദങ്ങളിൽ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ജോർദാനുകാരനായ സൈനികകാര്യ വിദഗ്ധൻ നിദാൽ അബു സെയ്ദ്. അതേക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഡെപ്ത്. സ്വാഗതം. ഒരേ സമയം ദുരൂഹ വ്യക്തിത്വമായും ഫലസ്തീൻ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായും കരുതപ്പെട്ടിരുന്ന വ്യക്തിയാണ് അബു ഉബൈദ. 2002 അബു ഉബൈദ ഔദ്യോഗികമായി ഹമാസിന്റെ ഭാഗമാകുന്നത്. ആദ്യം അൽ ഖസാം ബ്രിഗേഡിന്റെ ഫീൽഡ് ഉദ്യോഗസ്ഥനായിരുന്നു. പിന്നീട് 2004 അൽ ഖസാം ബ്രിഗേഡിന്റെ വക്താവാകുന്നത്. 2006 ഇസ്രായേലി സൈനികൻ ഗിലാദ് ശാലിത്തിനെ തട്ടിക്കൊണ്ടുപോയത് ഉൾപ്പെടെയുള്ള ഹമാസിന്റെ സുപ്രധാന നീക്കങ്ങളെല്ലാം ലോകം കേട്ടതും അബു ഉബൈദയിലൂടെയായിരുന്നു. അന്നു മുതൽ ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിലെ ആദ്യ പേരുകാരനാണ് അബു ഉബൈദ. അബു ഉബൈദയെ വകവരുത്താൻ ജബലിയിലെ വീടിന് നേരെ ഇസ്രായേൽ സേന ബോംബാക്രമണം നടത്തിയത് പല തവണയാണ്. അത് ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷവും നിർബാധം തുടർന്നിരുന്നു. പക്ഷേ അബു ഉബൈദ തന്റെ കർത്തവ്യം അതിശക്തമായി തന്നെ തുടർന്നു പോരുകയായിരുന്നു. എല്ലാവരും കൊട്ടിഘോഷിക്കുന്ന ഇസ്രായേലിന്റെ സർവൈലൻസ് സംവിധാനങ്ങൾക്ക് പോലും അബു ഉബൈദ ആരാണെന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ആ കഫേയ്ക്ക് പിന്നിലുള്ള മുഖത്തിന്റെ ഒരു ചിത്രം പോലും ശേഖരിക്കാൻ ഇസ്രായേലിന് സാധിച്ചിരുന്നില്ല. ജബലിയിൽ താമസിക്കുന്ന ഹുദൈഫ എന്നയാളാണ് അബു ഉബൈദ എന്നായിരുന്നു ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഇതിന് വ്യക്തമായ തെളിവ് നൽകാൻ പോലും ഇസ്രായേലിന് കഴിഞ്ഞിരുന്നില്ല. അത്രമാത്രം ദുരൂഹമായിരുന്നു ലോകത്തിന് അബു ഉബൈദ എന്ന മനുഷ്യൻ. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 31 അബു ഉബൈദയെ കൊലപ്പെടുത്തിയെന്ന അവകാശവാദവുമായി ഇസ്രായേൽ രംഗത്തെത്തിയത്. ഗസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് അബു ഉബൈദ കൊല്ലപ്പെട്ടത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ. അത് ഹമാസ് സ്ഥിരീകരിച്ചിരുന്നില്ല എങ്കിലും അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് എല്ലാവരും കരുതി പോന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ജോർദാൻ മാധ്യമമായ റോയ ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ സൈനികകാര്യ വിദഗ്ധൻ നിദാൽ അബു സെയ്ദ് നടത്തിയ പ്രതികരണത്തോടെ ഉബൈദ കൊല്ലപ്പെട്ടു എന്ന അവകാശവാദം സംശയനിഴലിലായിരിക്കുകയാണ്. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അബു ഉബൈദയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കാമെങ്കിലും അദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്നുള്ളതിൽ സംശയമുണ്ടെന്നാണ് നിദാൽ അബു സെയ്ദ് പറയുന്നത്. അബു ഉബൈദയുടെ മൃതദേഹം കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബറ്റ് ഒരു പ്രഖ്യാപനവും ഇതുവരെ നടത്താത്തത് സംശയമുണർത്തുന്നതാണെന്നും പറയുന്നുണ്ട് അദ്ദേഹം. ഇസ്രായേൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മൃതദേഹം വീണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബത്ത് ഇതുവരെയും ഒന്നും പറഞ്ഞിട്ടില്ല. സാധാരണയായി അങ്ങനെ ഉണ്ടാവാറില്ല എന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അദ്ദേഹം. മൃതദേഹം ലഭിച്ചില്ല എന്നത് പ്രധാന ഘടകമാണ്. ഔദ്യോഗിക പ്രഖ്യാപനങ്ങളെ അത് സംശയത്തിലാക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അസാധാരണ വീഴ്ചയാണ്. അവരുടെ ഇന്റലിജൻസ് വിശ്വാസ്യതയെ തന്നെ ഇത് ചോദ്യം ചെയ്യപ്പെടുന്നു എന്നും അബു സെയ്ദ് പറയുന്നുണ്ട്.